ചില ഒറ്റപ്പെടലുകൾ നല്ലതിനാണെന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് കുറേ സമയങ്ങളെടുക്കും. കാരണം എന്താണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ചില ഒഴിവാക്കലുകൾ, ചില ഒറ്റപ്പെടുത്തലുകൾ, ചില കുറ്റപ്പെടുത്തലുകൾ എപ്പോഴും നമ്മുടെ നല്ലതിന് മാത്രം. കാരണം എന്താണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ചില ഒറ്റപ്പെടലുകൾ നമുക്ക് സമ്മാനിക്കുന്നത് നമ്മളുടെ നന്മയെയും തിന്മയെയും നമ്മളെ തിരിച്ചറിയാനായിട്ട് സഹായിക്കാനായിട്ടായിരിക്കാം ചില ഒറ്റപ്പെടലുകൾ, ചില അവഗണനകൾ, ചില അവോയ്ഡിങ്ങുകൾ ഉണ്ടാകുന്നത്. അത് നമ്മൾ മനസ്സിലാക്കുക. കാരണം നമ്മൾ ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് നമ്മളെപ്പറ്റി ചിന്തിക്കാനും നമ്മൾ എന്താണെന്നും നമ്മൾ ആരാണെന്നും ഗഹനമായിട്ട് നമ്മൾ ആഴത്തിൽ ആലോചിക്കാനും താല്പര്യപ്പെടുകയുള്ളൂ. അത് നമ്മളിലേക്ക് ആഴ്ന്ന് ചൂഴ്ന്നിറങ്ങി ചെല്ലുമ്പോൾ നമ്മളുടെ നന്മയെയും തിന്മയെയും നമ്മളുടെ നെഗറ്റീവ് വശങ്ങളെയും പോസിറ്റീവ് വശങ്ങളെയും നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളെയും നമുക്ക് മനസ്സിലാക്കി തരികയും നമ്മൾ ഏത് രീതിയിൽ അത് പ്രയോജനപ്പെടുത്തിയാൽ നമുക്ക് പ്രയോജനമുണ്ടാകും എന്ന് നമുക്ക് മനസ്സിലാക്കാനും നമ്മൾ ഒറ്റപ്പെടുമ്പോൾ മാത്രമേ സാധിക്കുകയുള്ളൂ. പലപ്പോഴും ഒറ്റപ്പെടലുകൾ, അവഗണനകൾ, അവോയ്ഡിങ്ങുകൾ ഇതൊക്കെ അനുഭവിച്ചിട്ടുള്ള വ്യക്തികൾ മാത്രമേ ജീവിതത്തിൽ എവിടെയും രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുകയുള്ളൂ. നമുക്കെപ്പോഴും ഒരാൾ സപ്പോർട്ടിനുണ്ട്, അല്ലെങ്കിൽ നമ്മളെ താങ്ങാനായിട്ട് ഒരാൾ ഉണ്ട് എങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മളുടെ പ്രയത്നത്തെ, നമ്മളുടെ കഴിവിനെ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുകയുമില്ല, തയ്യാറാവുകയുമില്ല. കാരണം എന്തെന്നാൽ നമുക്കെപ്പോഴും നമ്മുടെ പുറകിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരാൻ, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരാൻ ആളുകൾ ഉണ്ട് എന്നുള്ള കാരണത്താൽ നമ്മളുടെ കഴിവിനെയോ നമ്മളുടെ ഇഷ്ടങ്ങളെയോ നമ്മുടെ ആഗ്രഹങ്ങളെയോ ഒന്നും സാധിക്കാൻ ശ്രമിക്കുകയില്ല. മറ്റുള്ളവർ നമുക്ക് വേണ്ടി നമ്മുടെ ആവശ്യങ്ങളെല്ലാം സാധിച്ചു തരും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമ്മൾ ജീവിക്കാനായിട്ട് ആഗ്രഹിക്കും. പക്ഷെങ്കിൽ മറ്റുള്ളവരാൽ നമ്മൾ ഒറ്റപ്പെട്ടും ഒഴിവാക്കപ്പെട്ടും ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പല കാര്യങ്ങളും സക്സസ് ആവുന്നതും നമുക്ക് ജീവിക്കണം, അവരുടെ മുമ്പിൽ വിജയിച്ച് കാണിക്കണം എന്നുള്ള ഒരു ത്വര മനസ്സിലുണ്ടാകുന്നത്. ഒരു യാഥാർത്ഥ്യമായ കാര്യം തന്നെയാണത്. ഞാൻ